മനോജേട്ടാ, എന്താണ് വിശേഷം? നല്ല വിശേഷം. അങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. കൃഷി കുഴപ്പമില്ല, ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടാണ്ട രീതിയിൽ പോകുന്നുണ്ട്. ഇതിപ്പോ എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാനൊരു 6-7 കൊല്ലം ആവണു. 7 കൊല്ലം. എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മള് പാൽക്കൂണിനാണ് ആദ്യം ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പൊ അത് മാറ്റി വെച്ച് ചിപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ ചിപ്പി ആവുമ്പോ വലിയ കുഴപ്പമില്ലാതെയാണ് പോണു. പാൽക്കൂണ് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിന് നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. ഇതിനിപ്പോ മരുന്നുകളോ കാര്യങ്ങളോ അതൊന്നും ഇല്ലല്ലോ. ഇത് വളരാള അന്തരീക്ഷമാക്കി കൊടുക്കലാണ് ഇതിന്റെ മരുന്ന് എന്ന് പറഞ്ഞാൽ. മെയിനായിട്ട് വെള്ളമാണ്. തണവ് ആക്കി കൊടുക്കുക. നമ്മൾ ഇത് വളരാൻ വേണ്ടിയിട്ട് തണവും അതിൻ്റെ അന്തരീക്ഷമാക്കി കൊടുക്കലാണ്. ഇതിന് വേറൊരു മരുന്നോ അതൊന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ ഇതറിയുന്നവർക്ക് അറിയാം. അത് അധികം ആൾക്കാർ ഡോക്ടർമാരും ഒക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. വീടുകളിലാണ് അധികം സപ്ലൈ. എനിക്ക് കടകൾ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. കടകളിലേക്ക് സപ്ലൈ ചോദിക്കേണ്ട ആൾക്കാർ വെക്കാൻ. അപ്പോൾ ഒന്നുകൂടിയും കൂടുതൽ ഇട്ടിട്ട് വേണം എല്ലാ കടകളിലൊന്ന് ഒരു 10-15 കടകളിൽ വെക്കണം. ഇപ്പോൾ കുറച്ച് കടകളുണ്ട്. ഇപ്പം നമ്മളെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അത് സംഗതി സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. ഇത് വരുമാനം ഇതൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനായിട്ട് തന്നെ ശ്രദ്ധിച്ച് നിൽക്കണമെന്ന് മാത്രം ഒരാൾ. അതിപ്പോൾ നമ്മുടെ വൈഫിന് ഇപ്പോൾ വേറെ ഇതൊന്നും ഇല്ലാത്ത കാരണം അവളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണതൊക്കെ. ഞങ്ങൾ 4 ആള്, ഞാനും എൻ്റെ ഭാര്യയും മക്കളും, ഞങ്ങൾ 4 ആളാണ് ഇതിനിപ്പോൾ എല്ലാത്തിനും നിൽക്കണത്. വേറെ ആരും ഞങ്ങൾ നിർത്തിയില്ല. മക്കളും ഞങ്ങളൊക്കെ കൂടി എല്ലാം കൂടി എൻ്റെ ഉള്ളിലാണ് മെയിനായിട്ടുള്ളത്. ഇതിപ്പോ ചെയ്യാപ്പോ സിമ്പിളാണ്. ഇത് ചെയ്ത് ആദ്യം തുടങ്ങുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും. പിന്നീട് അത് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വരും. ഇത് കിലോന് എത്ര വരും? കിലോ ഇപ്പം ഞാൻ 450 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ആദ്യം തുടങ്ങിയ ഉടനെയൊക്കെ 300 രൂപയ്ക്കാണ് കൊടുത്ത ഉടനെ. അന്ന് ഭയങ്കര ഇതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുമായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും ഭയങ്കര ഡബിളായിട്ട് വില കൂടി. ഇപ്പോൾ ഗവൺമെൻറ് വിത്ത് വരെ 30 രൂപ കിട്ടുമായിരുന്നു. ഇപ്പോൾ 50 രൂപയാണ്. ഗവൺമെൻറ് വിത്തിന് വരെ വില കൂട്ടിയത്. എല്ലാത്തിനും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കില്ലേ. ശരിക്കും നമുക്ക് 450 എന്ന് പറഞ്ഞാൽ അന്നത്തെ 300 രൂപ അത്ര റേറ്റ് പോലും ഇല്ല. ശരിക്കും 20 ദിവസം 18-19 എന്നാണ് പറയുന്നത്. ചിലപ്പോൾ 20, ചില വിത്തുകളാകുമ്പോൾ 30-35 ദിവസവും കിട്ടുന്ന വിത്തുകളുണ്ട്. ചിലപ്പോൾ കറക്റ്റ് 20 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വരും ചെയ്യും. പിന്നെ നമ്മുടെ അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്. വീട്ടിലിരുന്ന് ചെയ്യാം നമുക്ക്. അപ്പോൾ ചെറിയൊരു പെണ്ണുങ്ങൾക്കൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വിളവ് കിട്ടി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇത് സെയിൽ ചെയ്യാനാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇതിന് വിപണന ആണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. ഒരുപാട് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വയറിൻ്റെ ഉള്ളിലത്തെ എന്ത് അസുഖത്തിനും എന്ത് കാര്യങ്ങൾക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല പോഷകാഹാരത്തിൻ്റെ ഗുണമേന്മയുള്ള സാധനമാണിത്. പിന്നെ ക്യാൻസർ രോഗത്തിന് വരെ നല്ലതാണെന്നാണ് ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും പറയുന്നത്. വന്നവർക്ക് കഴിക്കാനും വരാത്തവർക്കും ഒക്കെ വരാതിരിക്കാനും ഇതൊക്കെ കഴിക്കണം എന്നാണ് പറയുന്നത്. ഔഷധമാണ് ശരിക്കും. ആൾക്കാർ ഇതിൻ്റെ ടേസ്റ്റ് മാത്രം അല്ലല്ല, തമിഴ്നാട്ടിൽ കിട്ടുന്നത് അധികവും ബട്ടൻ കൂണാണ്. ഏറ്റവും ഗുണമുള്ള സാധനമാണ് ഈ ചിപ്പിക്കൂൺ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഏറ്റവും ഗുണമുള്ളത്.
ജസ്റ്റ് ഞാൻ പറഞ്ഞോളാം, തമിഴ്നാട്ടിലൊക്കെ നമ്മള് കോഴിനെ കാള കിട്ടും, അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് കാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂണിനെയാണ് ഉദ്ദേശിക്കുന്നത്, കാളം എന്ന് പറഞ്ഞാൽ. ആ പക്ഷെ ഈ കൂണ് ഏത് സൈസ് കൂണാണോ എന്ന് നമുക്കറിയില്ലല്ലോ. കാളെന്ന് പറയുന്നത് ചിപ്പിങ് അവിടെ ചെയ്യുന്നുണ്ട്, ബട്ടൺ ചെയ്യുന്നുണ്ട്, പാൽക്കൂണ് ചെയ്യുന്നുണ്ട്. ഇത് 3 തവണയായിട്ടാണ് വിളവ് വരിക. ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വരും. അത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച, ചിലപ്പോൾ അതിന് മുമ്പ് വരും. 2 ആഴ്ചയുടെ എന്തായാലും 2ാമത്തെ വിളവ് വരും. പിന്നെ 3ാമത്തെ വിളവ് 1 മാസം 1.5 മാസത്തോളം വേണം ഒരു ബെഡിൽ നിന്ന് മൊത്തം വിളവ് വരണമെങ്കിൽ. 1.5 മാസത്തോളം നമുക്ക് ബെഡ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കേണ്ടി വരും. അല്ല അത് അതിന് ഒരുപാട് സ്ഥലമാണ് വേണ്ടത്. ഇതിന് ബെഡ് മാറ്റാനും ബെഡ് കൊണ്ടുവന്നിടാനും ഇത് വീണ്ടും വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്ന് അങ്ങനെ നമുക്ക് ബെഡ് വേണമെങ്കിൽ കമ്പോസ്റ്റ് ആക്കാം. കമ്പോസ്റ്റ് ആക്കിയത് വിൽക്കാനും എല്ലാത്തിനും കുറച്ച് സ്ഥലം വേണം. ഇത് കൃഷിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം വേണം അതിന്. നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും. വൈഫിന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സൈഡ് ബിസിനസ് കുഴപ്പമൊന്നുമില്ല. അവർക്ക് സിമ്പിൾ പണിയാണ്. അത്യാവശ്യം വീട്ടിലിരുന്ന് ചെയ്യാം. അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്. പക്ഷെ സൂക്ഷിക്കേണ്ട ഒരു ഇതാണ് ഇത്, ഫംഗസ് വരാതെയും ഇതൊക്കെ ആയിട്ടേ. നനയ്ക്കണം. ഒരു വേനലാണെങ്കിൽ 1-2 വട്ടം നനയ്ക്കണം. അല്ലെങ്കിൽ വർഷമാണെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ നനച്ചാലും മതി. അത് പാകമായിട്ട് നോക്കി ബെഡുകളിലൊക്കെ വെള്ളം നോക്കിയിട്ടൊക്കെ വേണം. അതാണ് ഓരോ ബെഡും നോക്കി വേണം നനയ്ക്കണമെങ്കിൽ. പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം, അവർ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അവർക്ക് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാം. എത്തിച്ചു കൊടുക്കും. പാർസല് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർസൽ അയക്കാം. വേറൊന്നുമില്ല, എത്ര ലോങ് ആയാലും മാനേജർ അത് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. ഇത് 2ാമത്തെ പാത്രമാണ്. ഇനിയും പൊട്ടിക്കാണ്ട്. അത് കഴിഞ്ഞിപ്പോൾ ഉച്ചതിരിഞ്ഞിട്ടുള്ള ആൾക്കാർ വിളിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് നമ്മൾ നിർത്തും. ഉച്ചതിരിഞ്ഞ് ഫ്രഷ് സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉച്ചതിരിഞ്ഞിട്ടായാലും ഓഫീസുകൾ മറ്റുള്ള ദിവസങ്ങളിൽ ഓഫീസുകളിൽ ഉച്ചതിരിഞ്ഞ് കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ കയ്യോടെ ഫ്രഷ് സാധനം പൊട്ടിച്ചിട്ടാണ് നമ്മളത് കൊണ്ടുപോയി കൊടുക്കാറ്. സ്കൂളുകളും ഓഫീസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആവണല്ലോ, ഒന്നുകൂടി വിരിയാണ്ട്. ഇതൊന്നും നന്നായി വിരിയാണ്ട്. ഉച്ചതിരിഞ്ഞ് പാക്ക് ചെയ്ത് അടുത്തുള്ള 5 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും. ബാക്കി നമുക്ക് പാർസലായിട്ട് മാനേജർ ആയിക്കോട്ടെ. ഈ പാർസലിന്റെ പൈസയും പിന്നെ ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് ഇതിന്റെ കടയുണ്ട്. കൂണ് മുളച്ച് വരുന്ന ബാഗ്. ഇത് നമ്മള് വൃത്തിയാക്കിയിട്ടാണ് പാക്ക് ചെയ്യണത്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെല്ലാരും കൂടി ചെയ്യുന്നു. വീട്ടിലെല്ലാരും കൂടി 4 ആളും കൂടിയാണ് ഞങ്ങള് ചെയ്തേരുന്നത്. ഇപ്പൊ പിന്നെ പിള്ളേർക്ക് ക്ലാസ്സിൽ പോകണ്ടൊക്കെ കാരണം അവര് ഇത്തിരി കുറവാണ്. എന്നാലും 4 ആളും കൂടി തന്നെയാണ് ഇത് തുടങ്ങിയത്. കുഴപ്പമില്ല, ഇത് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മള് പിന്നെ ക്ലൈമറ്റ് ഇത് എല്ലാം ഇതായിട്ടാണല്ലോ ഇത് വരണത്. ക്ലൈമറ്റ് ഒക്കെ നല്ലതാണ്, കുഴപ്പമില്ല. അത്യാവശ്യം കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. നഷ്ടവും വരും, കുഴപ്പമില്ലാണ്ട് ലാഭവും കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. എപ്പോഴും ഒരുപോലെ ആവില്ല.